ഭാവിയിലെ ശതകോടീശ്വരന്മാർക്ക് പ്രചോദനം നൽകാൻ വേണ്ടി റോയൽ ഫ്ലഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സൈനിക യൂണിഫോം, ഉപകരണങ്ങൾ എന്നിവയെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ലോകമെമ്പാടും ഓരോ രാജ്യങ്ങളും തങ്ങളുടെ സൈനികരെ പുറത്താക്കാൻ വരുമ്പോൾ അവർ തങ്ങളുടെ എതിരാളികളെ മറികടക്കാൻ സൈനികർ ശ്രമിക്കുന്നു. അതിനാൽ അവർക്ക് അവരുടെ രാജ്യത്തിന്റെ സൈനിക യൂണിഫോമിനും യുദ്ധക്കളത്തിൽ അവർ ഉപയോഗിക്കുന്ന അവിശ്വസനീയമായ ഉപകരണങ്ങൾക്കും അവരുടെ വലിയൊരു സമ്പാദ്യം തന്നെ ചെലവഴിക്കാൻ കഴിയും. അവയിൽ പലതും സയൻസ് ഫിക്ഷൻ ഫിലിമിൽ നിർമ്മിച്ചതാണെന്ന് തോന്നും. ഇന്ന് ലോകമെമ്പാടുമുള്ള സൈനിക ഗിയറിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആയ UK റോയൽ ഗാർഡ് മുതൽ റഷ്യയിലെ ഫ്യൂച്ചറിസ്റ്റിക് വെപ്പൺ ഡിറ്ററന്റ് US-ൽ ഉപയോഗിക്കുന്ന റോബോട്ടുകൾ വരെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണും. അതിനാൽ വീഡിയോ ആരംഭിക്കാം. നമ്പർ 1, UK-യിലെ ക്യൂൻസ് ഗാർഡ് എന്നറിയപ്പെടുന്ന റോയൽ ഗാർഡിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. രാജ്ഞി നിലവിൽ എവിടെയാണോ അവിടെ താമസിക്കുന്നവരെ സംരക്ഷിക്കുക എന്നതാണ് അവരുടെ പ്രധാന പങ്ക്. അവർ ചുവന്ന വസ്ത്രങ്ങൾക്കും കൂറ്റൻ രോമങ്ങളുള്ള ബസ്ബി എന്നറിയപ്പെടുന്ന തൊപ്പികൾക്കും ശിരോവസ്ത്രത്തിനും പേരുകേട്ടവരാണ്. ഗാർഡ്സ് ഉപയോഗിക്കുന്ന തൊപ്പികൾ കനേഡിയൻ കരടി രോമങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. മുൻകാലങ്ങളിൽ ബ്രിട്ടീഷ് സൈന്യം ഒരു സിന്തറ്റിക് രോമങ്ങൾ വികസിപ്പിച്ചെടുത്തിരുന്നു. എന്നിരുന്നാലും സിന്തറ്റിക് രോമങ്ങൾ ശക്തമായ കാറ്റിൽ അതിന്റെ ആകൃതി നഷ്ടമാവുകയും മഴ പെയ്യുമ്പോൾ വെള്ളം കയറുകയും ചെയ്യും. കരടി രോമങ്ങൾക്ക് ഈ പ്രശ്നമില്ല. പക്ഷേ മൃഗസംരക്ഷണ പ്രവർത്തകർ ഇതിൽ സന്തുഷ്ടരല്ല. കാരണം 2008 മുതൽ 2015 വരെ ഇതാണ് ഉപയോഗിക്കുന്നത്. ബസ്ബി തൊപ്പിയുടെ വില ഏകദേശം 500% ഉയർന്നു. കാരണം കാനഡയിൽ നിന്ന് നേരിട്ടാണ് ആർമി തൊപ്പികൾ വാങ്ങിയിരുന്നത്. 2008 അവർ $31,319 പൗണ്ട് അല്ലെങ്കിൽ $41,255 വെറും 35 തൊപ്പികൾ വാങ്ങാൻ ചെലവഴിച്ചു. 2015 122 തൊപ്പികൾക്ക് $1,49,379 പൗണ്ട് അല്ലെങ്കിൽ $1,96,747 ചെലവഴിച്ചു. 7 വർഷത്തെ ഇടവേളയിൽ UK 1 മില്യൺ പൗണ്ട് അല്ലെങ്കിൽ 1.32 ദശലക്ഷം വെറും തൊപ്പികൾക്കായി മാത്രം ചെലവഴിച്ചു. 2002 മുതൽ 2017 വരെ US സൈന്യം $132 ബില്യൺ അഫ്ഗാനിസ്ഥാൻ ആർമിക്കും സെക്യൂരിറ്റി ഫോഴ്സിനും ഔട്ട്ഫിറ്റ് വാങ്ങുവാനായി ചെലവഴിച്ചു എന്നതായിരുന്നു റിപ്പോർട്ട്. എന്നാൽ 2017 ആയപ്പോഴേക്കും US അഫ്ഗാനിസ്ഥാനു വേണ്ടി $28 ദശലക്ഷം വെറും യൂണിഫോമിനു വേണ്ടി മാത്രം ധാരാളം പണം ചെലവഴിച്ചു എന്ന വാർത്ത പുറത്തുവന്നു. ഈ ചെലവ് കണ്ടെത്തിയത് അഫ്ഗാനിസ്ഥാൻ പുനർനിർമ്മാണത്തിനായുള്ള സ്പെഷ്യൽ ഇൻസ്പെക്ടർ ജനറൽ ജോൺ സാപ്കോയാണ്. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് യൂണിഫോമിലെ കാമോഫ്ലേജ് രീതിയാണ് കാരണം. വനപ്രദേശങ്ങളിൽ ഉള്ളവർക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ മൊത്തം എടുത്താൽ 2.1% മാത്രമേ വനപ്രദേശങ്ങളും വനമേഖലകളും ഉള്ളുവെങ്കിൽ അത് പ്രധാനമായും കാമോഫ്ലേജ് പാറ്റേണിനെ അർത്ഥശൂന്യമാക്കുന്നു. മോശമായി തിരഞ്ഞെടുത്ത പാറ്റേൺ യഥാർത്ഥത്തിൽ സൈനികരെ കൂടുതൽ വേറിട്ട് നിർത്തുമെന്ന് പഠനങ്ങൾ കണ്ടെത്തി. പക്ഷേ ഇത് സൈന്യത്തിന് ആവശ്യമുള്ളതിന്റെ നേരെ വിപരീതമാണ്. US ഗവൺമെന്റിന്റെ കൈവശം ആവശ്യത്തിന് കാമോഫ്ലേജ് പാറ്റേൺ ഉണ്ടെന്നും അത് പക്ഷെ നികുതിദായകർക്ക് ദശലക്ഷക്കണക്കിന് നേട്ടം ഉണ്ടാക്കിയില്ല എന്നും സാപ്കോ കണ്ടെത്തി. പ്രാക്ടിക്കാലിറ്റിയെക്കാളും ഫാഷൻ കാരണങ്ങളാൽ പാറ്റേൺ തിരഞ്ഞെടുക്കുന്നതിന് പ്രതിരോധ മന്ത്രിയെ സാപ്കോ ആരോപിച്ചു. പാറ്റേൺ യൂണിഫോമിന് മുകളിൽ സിപ്പറുകൾക്ക് അനുകൂലമായി ബട്ടൺ നീക്കം ചെയ്തു. ഇത് വില കൂടാൻ കാരണമായി. നമ്പർ 2, പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടിയ കമ്പനിയാണ് L3 ഹാരിസ് ടെക്നോളജീസ്. 2019 അവർ $17 ബില്യൺ വരുമാനം വരുത്തിയതായി റിപ്പോർട്ട് ചെയ്തു. ഒരു പ്രത്യേക ഇനം സൃഷ്ടിക്കുന്നതിന് L3 ടെക്നോളജീസ് US സൈന്യവുമായി ചേർന്നു. ഈ ഇടപാടിന്റെ ഭാഗമായി മറ്റൊരു ഇടപാട് നടത്താൻ അതോറിറ്റി ഉത്തരവിട്ടു. ഇത് പ്രകാരം കമ്പനിക്ക് $442 ദശലക്ഷം ലഭിച്ചതായി റിപ്പോർട്ടുണ്ട്. സൈന്യത്തിനായുള്ള മെച്ചപ്പെടുത്തിയ രാത്രികാഴ്ചകൾക്കായി ഗൂഗിൾ ബൈനോക്കുലറുകൾ ഉണ്ടാക്കാനായിരുന്നു ഡീൽ. സാഹചര്യപരമായ അവബോധമുള്ള സൈനികരെ യുദ്ധഭൂമിയിൽ നിന്ന് നേരിട്ടുള്ള വിവരങ്ങൾ ഗൂഗിളിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സഹായിക്കുന്നതിനാലാണ് ഈ ഹെഡ്സെറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്.
അത്തരം സൈനികർ ഫീൽഡിലായിരിക്കുമ്പോൾ ഈ വിവരങ്ങൾ കാണാം. പ്രസ് റിലീസ് അനുസരിച്ച് L3 ടെക്നോളജീസിന്റെ ഉദ്ധരണിയിൽ പറയുന്നത്, സിസ്റ്റത്തിൽ പുതിയതും ഉയർന്ന റെസല്യൂഷനുമുള്ള ഡിസ്പ്ലേ, എംബഡഡ് സോൾജർ വയർലെസ് പേഴ്സണൽ ഡാറ്റ നെറ്റ്വർക്ക്, റാപ്പിഡ് ടാർഗറ്റ് അക്വിസിഷൻ, ആർമി നെറ്റ് വാരിയറുമായി ഇന്റർഫേസ് ചെയ്യുന്നതിനുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി ആൽഗോരിതം എന്നിവ ഉൾപ്പെടുന്നു. ഈ ഗോഗിളുകളുടെ മുകളിലും നൂതന ഹെഡ്സെറ്റും സൈനികരുടെ ആയുധവുമായി ബന്ധിപ്പിക്കും. കാരണം ഈ നിഫ്റ്റി ഉപകരണത്തിന് ഫീൽഡിൽ കൃത്യത വർദ്ധിപ്പിക്കുവാനും കവറിനു പിന്നിൽ സൈനികരെ കാര്യക്ഷമമായി ആക്രമിക്കുവാനും കഴിയും. നമ്പർ 3. ലോക്ക്ഹീഡ് മാർട്ടിൻസ് യുഎസിലെ ഏറ്റവും വലിയ പ്രതിരോധ കമ്പനികളിൽ ഒന്നാണ്. സൈനികർക്കായി ഒരു എക്സോസ്കെലിട്ടൻ സൃഷ്ടിക്കുക എന്ന ആശയവുമായി അവർ വർഷങ്ങളായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. മാർവൽ അയൺമാനിനെ പോലെയല്ല, പകരം ഞങ്ങൾ അവിടെയല്ല ഉള്ളത്. പകരം സൈനികർ ശാരീരിക ജോലികൾ വിശ്രമമില്ലാതെ ചെയ്യുവാനും ഭാരമുള്ളവ ഉയർത്തുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു പുതിയ ഉൽപ്പന്നം. ലോക്ക്ഹീഡ് സൃഷ്ടിച്ച എക്സോസ്കെലിട്ടനിൽ ഒന്നാണ് ഒനിക്സ്. ഒനിക്സിന് പോക്കിമാനുമായി യാതൊരു ബന്ധവുമില്ല. വിവിധ സെൻസറുകൾ ഉപയോഗിച്ച് കാൽമുട്ടുകളിലും ഇടുപ്പിലും പാദങ്ങളിലും ഘടിപ്പിക്കുന്നു. സൈനികരുടെ ചലനം പ്രവചിക്കുവാനും അതനുസരിച്ച് ക്രമീകരിക്കുവാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയും. ഒരു ട്രയൽ നടത്തിയപ്പോൾ ഒരു സൈനികന് 185 പൗണ്ട് ബാർ നൽകി. അവർ 25 സ്ക്വാട്ടുകൾ കൈകാര്യം ചെയ്തു. അടുത്ത ദിവസം ഒനിക്സ് ഘടിപ്പിച്ച് സൈനികർ ടീം നിർത്താൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ 72 സ്ക്വാഡ്സ് കൈകാര്യം ചെയ്തു. വിവിധ ഫിസിക്കൽ ടാസ്കുകളിൽ ഉപയോഗിക്കുന്ന എനർജി കുറയ്ക്കുന്നതിന് പ്രധാനമായും ഒനിക്സ് കൈകാര്യം ചെയ്യുന്നു. $6.9 മില്യൺ ഒനിക്സ് നിർമ്മിക്കാൻ 2018 ലോക്ക്ഹീഡ് മാർട്ടിൻസ് US നാവികസേനയുടെ 2 വർഷ കരാർ നൽകി. നമ്പർ 4. ദീർഘദൂര അക്കോസ്റ്റിക് ഉപകരണം അല്ലെങ്കിൽ LRAD ഈ വർഷത്തെ പബ്ലിസിറ്റിയിൽ വർധനവ് ഉണ്ടാക്കി. ഇത് ഒരു ശബ്ദ സംവിധാനമായി ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ്. ഒരു ആയുധവുമായി ഉപയോഗിക്കുമ്പോൾ അത് ഉയർന്ന ഡെസിബൽ ശബ്ദത്തെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. ടാർജറ്റ് ശബ്ദത്തിനെ അങ്ങേയറ്റം അസ്വസ്ഥരാക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ടാർജറ്റിൽ ഇത് വേദന ഉണ്ടാക്കുമെന്ന് അവകാശപ്പെടുന്നു. നിലവിലെ LRAD വലിയ സ്പേസ് ഉപയോഗിക്കുന്നു. 2019 ചൈനീസ് ശാസ്ത്രജ്ഞൻ ഇത് ലോ എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഇത് കൂടുതൽ പോർട്ടബിൾ ആക്കുന്നതിനായി ഒരു ഹാൻഡ് ഹെൽഡ് പതിപ്പ് വികസിപ്പിച്ചു കൊണ്ടിരുന്നു. ഈ ഉപകരണം അതിനാൽ ഇത് ടാർജറ്റിനെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു. 2019 ന്യൂപോർട്ട് ബീച്ച്, കാലിഫോർണിയയിലെ അധികൃതർ അവരുടെ തുരുമ്പിച്ച സുനാമി അലാറങ്ങൾ ബാൽബോവ പെനിസുലയുടെ കൂടെ മാറ്റിസ്ഥാപിക്കാൻ തീരുമാനിച്ചു. അവർ $2 ലക്ഷം 3 LRAD ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു. ഇത് അധികൃതർക്ക് ഇൻകമിംഗ് സുനാമി ഉണ്ടെങ്കിൽ അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകാനായി സഹായിക്കുന്നു. നമ്പർ 5. ഫ്യൂച്ചർ സോൾജിയർ വിഷൻ അല്ലെങ്കിൽ FSV എന്ന പദ്ധതി ഉപയോഗിച്ച് ബ്രിട്ടീഷ് സൈന്യത്തെ സജ്ജമാക്കാൻ UK ഗവൺമെന്റ് നോക്കുന്നതായി പ്രഖ്യാപിച്ചു. അതിന്റെ വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികളിൽ ഒന്നാണ് സിസ്റ്റം എഞ്ചിനീയറിംഗ് ആൻഡ് അസസ്മെന്റ് അല്ലെങ്കിൽ അവരുടെ മാതൃ കമ്പനിയായ കൊഹോർട്ട്. 2015 $11.2 ദശലക്ഷം അല്ലെങ്കിൽ $14.8 ദശലക്ഷം ചെലവിൽ സൈന്യവുമായി ഒരു കരാർ ഒപ്പിട്ടു. ബ്രിട്ടീഷ് സൈന്യത്തെ നവീകരിക്കുന്നതിനാണ് FSV പ്രൊജക്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയിലെ ആശയവിനിമയത്തിനും സൈനികരുടെ ബയോമെട്രിക് ഡാറ്റ ട്രാക്ക് സൂക്ഷിക്കുന്നതിനും സഹായിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച് കിറ്റ് ആണ് അവതരിപ്പിക്കുന്നത്. ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്മാർട്ട് ഗ്ലാസ് ഉണ്ടാവും. അത് അവരുടെ ചുറ്റുപാടുകൾ പ്രദർശിപ്പിക്കുന്നതിനും അപ് ടു ഡേറ്റ് ആയി യൂണിറ്റ് കമാൻഡർ പരിശോധിക്കാൻ കഴിയുന്ന ഒരു ക്യാമറയും ഹെൽമെറ്റിൽ ഉൾപ്പെടുത്തും. സൈനികരുടെ ചെവി സംരക്ഷിക്കുന്നതിനായി ഹെൽമെറ്റിന് ബോൺ കണ്ടക്റ്റിംഗ് ഹെഡ്ഫോൺസ് ഉണ്ട്. ഹെൽമെറ്റ് അടിസ്ഥാനപരമായി സംരക്ഷണം നൽകുന്നതിനു പകരം ഒരു കമ്പ്യൂട്ടർ ആണ്. ഇഷ്ടാനുസൃതമാക്കിയ സെഗ്മെന്റഡ് കവചത്തിൽ അതിജീവനത്തെ സഹായിക്കുന്നതിനുമുള്ള സെൻസറുകളും ഉണ്ട്. ഒപ്പം വളരെ കാലം സാഹചര്യത്തെക്കുറിച്ച് അവബോധം നൽകുകയും ചെയ്യുന്നു. നമ്പർ 6. ഫീൽഡിലായിരിക്കുമ്പോൾ US-ന് ഉടൻ തന്നെ ഒരു റോബോട്ടിനൊപ്പം കൊണ്ടുപോകാൻ കഴിയും. മോഡ്യുലാർ അഡ്വാൻസ്ഡ് റോബോട്ടിക് സിസ്റ്റം അല്ലെങ്കിൽ മാർസ് ഇപ്പോൾ നിർമ്മിക്കുന്നത് ബ്രിട്ടീഷ് ബേസ്ഡ് കമ്പനിയായ ക്വിൻടെക് ആണ്. മാർസ് ഗൂഢാലോചന, നിരീക്ഷണം, ടാലന്റ് അക്വിസിഷൻ എന്നിവയ്ക്കാണ് നിർമ്മിച്ചത്. ഒരേ സമയം 12 മണിക്കൂർ വരെ ബാറ്ററി ലാസ്റ്റ് ചെയ്യും. ഇതിന് 7 മൈൽസ് പെർ ഹവർ വരെ സഞ്ചരിക്കാം.
കൺട്രോൾ ചെയ്യുന്ന ആളിൽ നിന്നും 280 ഫീറ്റ് അകലെ ഇതിന് യാത്ര ചെയ്യാം. റോബോട്ട് സാധാരണമായി M240B ഉപയോഗിച്ചാണ് മൗണ്ട് ചെയ്തത്. കൂടാതെ M203 ഗ്രാനൈറ്റ് ലോഞ്ചർ കൂടിയുണ്ട്. എന്നിരുന്നാലും മാരകമല്ലാത്ത ദൗത്യങ്ങൾക്കായി മാർസ് ക്രമീകരിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഗ്രാനൈറ്റ് ലോഞ്ചർ ബക്ക്ഷോട്ട് സ്പഞ്ച് അല്ലെങ്കിൽ കണ്ണീർ വാതകം പ്രയോഗിക്കും. ഭാരമുള്ള വസ്തുക്കൾ വഹിക്കുന്നതിനായി വെപ്പണറി മാറ്റി മാനിപ്പുലേറ്റർ ആം ഉപയോഗിക്കാം. സൈറൻ, ലൗഡ് സ്പീക്കർ, ലേസർ, ഡാസ്ലർ, വെപ്പൺ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം ഇതൊക്കെ മാർസിന്റെ സവിശേഷതകളാണ്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം ട്രൂപ്സിനെ ഫോളോ ചെയ്യാൻ സഹായിക്കും. പേടിക്കണ്ട, ഇത് മനുഷ്യനാണ് കൺട്രോൾ ചെയ്യുന്നത്. 2013 ഇതിന്റെ ഒരു വേർഷന് ബേസ് പ്രൈസ് ആയത് $3 ലക്ഷം ആണ് വില. നമ്പർ 7. 2020 ജോർജ് ഫ്ലോയ്ഡിനെ മാരകമായി അറസ്റ്റ് ചെയ്തതിനു ശേഷം പ്രതിഷേധക്കാർ US-ലുടനീളം പൊട്ടിത്തെറിച്ചു. ഇത് റദ്ദാക്കാൻ പോലീസ് വന്നിരുന്നു. മിലിറ്ററിക്കാരുടെ പ്രതികരണം ലോകമെമ്പാടുമുള്ള പലരും ശ്രദ്ധിച്ചു. പോലീസിന് കണ്ണീർ വാതകം, ഹെലികോപ്റ്റർ, റബ്ബർ ബുള്ളറ്റ്, ടാങ്ക് ബോഡി ആർമറിനെ പോലെ സാമ്യമുള്ള വാഹനം തുടങ്ങിയവ ഉണ്ടായിരുന്നു. ഇതിനു കാരണം ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നത് 1033 പ്രോഗ്രാം ആയിരുന്നു. 1990 മുതൽ ഇത് US-ലുടനീളം പ്രാദേശിക കൃത്യനിർവഹണത്തിന് സെക്കൻഡ് ഹാൻഡ് മിലിറ്ററി പ്രോഗ്രാമായ ലേസോ പ്രോഗ്രാമാണ് ഉപയോഗിച്ചത്. അയച്ച ഉപകരണങ്ങളിൽ 1/3 ഭാഗവും 8000 പോലീസിന് പ്രയോജനം ലഭിച്ചു. ഇതൊക്കെ പുതിയതുമാണ്. ഇതിന്റെ വില നിങ്ങളെ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തും. $7.4 ബില്യൺ. 2013 മാത്രം 449 മില്യൺ വിലപിടിപ്പുള്ള ഗിയർ ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്തത്. ഇത് US-ലെ പോലീസ് ഫോഴ്സിനെ എക്സ്പെൻസീവ്ലി എക്വിപ്ഡ് ഏജൻസിയാക്കി മാറ്റി. ഈ ഇനത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് വെടിമരുന്നാണ്, അമ്യൂണേഷൻ. ഇതിൽ റെയിൻ ഗിയർ, മെഡിക്കൽ സപ്ലൈസ്, സാൻഡ് ഗിയർ ഇതൊക്കെയാണ് സാധാരണ ആവശ്യപ്പെടാറുള്ളത്. നമ്പർ 8. 2004 US ആർമി പബ്ലിക്കിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സഹായിച്ചത് യൂണിവേഴ്സൽ കാമോഫ്ലേജ് പാറ്റേണിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയതോടെയാണ്. ഈ സമയത്താണ് ഇറാഖ് അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ആർമി 2 പാറ്റേൺ ആണ് ഉപയോഗിച്ചത്. ഒന്ന് വുഡ്ലാൻഡിനും മറ്റേത് ഡെസേർട്ടിനും. വ്യത്യസ്ത കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു പാറ്റേൺ നോക്കിയ സമയത്താണ് UCP ഉണ്ടായത്. വിവിധ മേഖലകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പാറ്റേൺ യഥാർത്ഥത്തിൽ ഈ പണത്തിന് നല്ല മൂല്യമായിരുന്നു. ശരിക്കും ശ്രദ്ധ ആകർഷിച്ചത് പിക്സലേറ്റഡ് ഡിസൈൻ ആണ്. ഇതിന്റെ വില തുടങ്ങുന്നത് $5 ബില്യൺ. പക്ഷേ പെട്ടെന്ന് തന്നെ അത് ഒരു വലിയ പരാജയമായിരുന്നു. സൈനികരെ ഭൂപ്രകൃതിയിൽ കൂട്ടിച്ചേർക്കാൻ ഇത് സഹായിച്ചിട്ടില്ല. അത് അവരെ കൂടുതൽ വേറിട്ട് നിർത്തുന്നു. സൈനികരുടെ സുരക്ഷയെ മുൻനിർത്തി US ആർമി സൈനികർക്ക് മൾട്ടി ക്യാമ്പ് പാറ്റേൺ ഉള്ള യൂണിഫോം നൽകി. പക്ഷേ 2014 മുതൽ UCP ഒഫീഷ്യലായി നിർത്തിവെച്ചു. പിന്നീട് പുതിയ പാറ്റേൺ തേടി നടന്നു. അങ്ങനെയാണ് ഓപ്പറേഷണൽ കാമോഫ്ലേജ് പാറ്റേൺ സെലക്ട് ചെയ്തത്. ഈ പാറ്റേൺ ആണ് പിന്നീട് ഉപയോഗിച്ചു വരുന്നത്. നമ്പർ 9. 2019 റഷ്യ അവർ ഈഗിൾ ഔൾ എന്ന് വിളിപ്പേരുള്ള 5P42 ഫിലിൻ എന്ന കൗണ്ടർ മെഷർ സിസ്റ്റം നാവികസേനയിൽ കൊണ്ടുവന്നു. 5P42 ഫിലിൻ ഒരു വിഷ്വൽ ആർട്ടിക്കിൾ ഇന്റർഫേസ് ഐറ്റം ആണ്. ഇത് ഒരു സ്ട്രോബ് എഫക്റ്റായി ശക്തമായ പ്രകാശത്തിന്റെ ഒരു ബീം പുറന്തള്ളുന്നു. അതിനാൽ ഈ വെളിച്ചം ശത്രുവിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. ഇതിനു പുറമെ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ വെളിച്ചം കാരണം പകുതിയോളം ആളുകൾക്ക് ഓക്കാനം, തലകറക്കം, ഡിസ്ഓറിയന്റേഷൻ എന്നിവ അനുഭവിച്ചതായി അറിയാൻ സാധിച്ചു. കൂടുതൽ പേർക്ക് ഹാലൂസിനേഷൻ അനുഭവപ്പെട്ടു. ഈ ഉപകരണം 3.1 മൈൽ വരെ നൈറ്റ് വിഷൻ സാങ്കേതിക വിദ്യയെ ബാധിക്കുകയും 1.3 മൈൽ വരെ സൈനികരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. 5P42 ഫിലിൻ ഒരു ഡാസ്ലർ ടൈപ്പ് ആയുധമാണ്. ഇതൊക്കെയാണ് സാധാരണ സെക്യൂരിറ്റി ഫോഴ്സ് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. നമ്പർ 10. ലോക്ഹീഡ് മാർട്ടിൻ ഹെലിയോസ് നിർമ്മിക്കാൻ സഹായിച്ചു. ആളില്ലാത്ത ഡ്രോൺ, ചെറിയ ബോട്ട് കത്തിക്കാൻ മറ്റു ഡ്രോണിന്റെ കൂടെ കൂടാനും സാധിക്കുന്നു. ഇങ്ങോട്ട് വരുന്ന ഡ്രോണിനെ നശിപ്പിക്കുന്നതിന് പകരം ആദ്യം രണ്ടും കൂടിച്ചേരുന്നു. 2 ഹെലിയോസ് സിസ്റ്റം കോൺട്രാക്റ്റിന് $150 മില്യൺ ആണ് വില. ഇതിനു പുറമെ ഓപ്ഷൻസ് കൂടുകയാണെങ്കിൽ
$943 മില്യൺ ആണ് വില. ഏത് യൂണിഫോം അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്? അത് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ റോയൽ ഫ്ലഷ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരം തന്നെയാണ്. ഇന്ന് ഞങ്ങളുടെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു.